നമുക്ക് അശോകൻ കുറച്ചു നേരം ഉണ്ടായിരിക്കും. അല്ല, ഞാനിതൊക്കെ എൻജോയ് ചെയ്തോണ്ടിരിക്കുകയാണ്. എൻജോയ് ചെയ്യട്ടെ. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാനൊരു മലയാളം പാട്ട് സെമി ക്ലാസിക്കൽ നമുക്ക് ഈ പിന്നെ ആറാട്ട് ഗാനങ്ങൾ പഴയ എങ്ങനെയുണ്ട്? നല്ല മൃദംഗം ഞാൻ വായിക്കും. ആഹ്ലാദ സമുദ്രം തിരതല്ലി ആറാട്ടിനാനകളെഴുന്നള്ളി ആനന്ദ ഭൈരവി ആനന്ദ ഭൈരവി രാഗത്തിൻ മേളത്തിൻ അമ്പല തുളസികൾ തുമ്പിതുള്ളി ആറാട്ടിനാനകളെഴുന്നള്ളി ആയിരത്തിരി വിളക്കു കണ്ടു ഞാൻ ശാസ്ത്രം ജയിച്ചു, മനുഷ്യൻ തോറ്റു. അതായത് ജഗദീശിന്റെ ഒരു പ്രോഗ്രാം തൃശ്ശൂര്. അപ്പം 2 ദിവസം മുമ്പ് ജഗദീശിന്റെ തൊണ്ട പോയി. തൊണ്ട പോയപ്പോഴത്തേക്ക് എന്തായിരുന്നു? കച്ചേരി ഉണ്ടായിരുന്നു. ഇൻഫെക്ഷൻ അടിച്ചു. അപ്പൊ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു 7 ദിവസം വോയിസ് റെസ്റ്റ്. അപ്പോൾ എനിക്ക് മറ്റന്നാ പ്രോഗ്രാം ഉണ്ട്, ഭയങ്കര എമൗണ്ട് ചെല്ലണ്ട, പിന്നെ എല്ലാം എഴുതി കൊടുത്തിരിക്കുകയാണ്, ചെന്നില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാകും, നഷ്ടപരിഹാരം, ക്യാഷ് കിട്ടുന്നതല്ല, ഈ ക്യാഷ് പോവുകയും ചെയ്യും, നഷ്ടപരിഹാരം കൊടുക്കണം, അപ്പോൾ ഭയങ്കര ഒരു എമൗണ്ട് പോകും. അപ്പം അത് പറഞ്ഞു ഇത് മനുഷ്യരുടെ കാര്യമാണ്, വോക്കൽ കോഡ് പോയതാണ്, ഇനിയിപ്പം ഒരാഴ്ച റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ജഗദീശിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാനും ആ പ്രോഗ്രാമിലുണ്ട്. എന്ത് ചെയ്യും ജഗദീശ് എന്ത് ചെയ്യും? അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം, കാറ്റ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് ചോദിച്ചു, ഡോക്ടർ എന്തെങ്കിലും പെട്ടെന്ന് ഒറ്റമൂലിയൊന്നും ഇല്ല, ഇത് വോയിസ് റെസ്റ്റ് അത്ര ശാസ്ത്രം അങ്ങനെ ഇത് തന്നെ ഒറ്റമൂലി. പിറ്റേ ദിവസം പ്രസ് മീറ്റ് രാവിലെ, അത് കഴിഞ്ഞ് പ്രോഗ്രാം. പ്രസ് മീറ്റിന്റെ അന്നും എനിക്ക് സംസാരിക്കാം. മുകേഷ് പറയുന്നു, അപ്പൊ ഇവര് പറഞ്ഞു സ്കിറ്റ് എങ്ങനെ അവതരിപ്പിക്കും. ജഗദീശിനെ നോക്കുമ്പോൾ ജഗദീശ് ഒരു ചെറിയത്. പിറ്റേ ദിവസം പ്രോഗ്രാമിന് ഇത് ഈ ഇപ്പൊ സൗന്ദർറായന്റെ പാട്ട് പാടിയില്ലേ, ആ പിച്ചില് സ്കിറ്റ് അവതരിപ്പിച്ച് കാശ് മേടിച്ച് പാട്ടും പാടി പോയി. അപ്പൊ അവിടെ ആ ഡോക്ടർ ഉണ്ടായിരുന്നു. അപ്പൊ ഡോക്ടറെ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ ഡോക്ടർ പറഞ്ഞു, കാശിനോടുള്ള ആർത്തി ജയിച്ചു, ശാസ്ത്രം തോറ്റു. അല്ല, ഇത് നന്നായിട്ട് പറഞ്ഞു. എന്റെ ബഞ്ച് മുകേഷ് തന്നെയാണ് പറഞ്ഞത്, നടന്ന സംഭവമാണ് പറഞ്ഞത്. പക്ഷെ എന്റെ ബഞ്ച് മാത്രം മുകേഷ് പറഞ്ഞിങ്ങനെയില്ല. അപ്പം ഡോക്ടറിനോട് ഡോക്ടർ ചോദിക്കും, മുകേഷ് എൻ്റെ അടുത്ത് ഡോക്ടർ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു. എന്താണ്? അല്ല, എന്താ ഡോക്ടർ ഇത് എന്താ സംഭവിച്ചത്? ഇത്രയും വോയിസ് ഇല്ലാത്ത ഒരാൾ പെട്ടെന്ന് എങ്ങനെ ഇത്രയും വോയിസിൽ പാടാൻ പറ്റി? ശാസ്ത്രം തോറ്റു, ആക്രാന്തം ജയിച്ചു. അതാണ് ശരിക്കുള്ള വാക്ക്. പക്ഷെ ഞാൻ ഒരു സദസ്സല്ലേ, ഒരു പ്രോഗ്രാം അല്ലേ, നമ്മുടെ ഒരു കൂട്ടുകാരനല്ലേ എന്ന് പറഞ്ഞപ്പോ അതല്ല, മറ്റേ ഇത് ഡോക്ടർ പറഞ്ഞായിട്ട് ഇത് ബാക്കി ഇവൻ ഒരുപാട് പറയുമ്പോൾ അതിൻ്റെ എൻഡ് പഞ്ച് എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും സാധാരണ ഞാൻ കുറച്ച് സമയം എടുത്ത് പറയാം. എൻഡ് പഞ്ച് എന്ന് പറഞ്ഞാൽ മുകേഷിൻ്റെ ടോണിൽ ഇത് നടന്ന സംഭവം പലരോടും പറഞ്ഞല്ലോ, പ്രിയനോടും ഇന്നസെൻറ്റേറ്റിനോടും ജഗതി ചേട്ടനോടും എല്ലാം കൂടെ. മുകേഷ് അവസാനം എൻഡ് പഞ്ച് വരണം. അവസാനം ഡോക്ടറെ ഞാൻ ചോദിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞ് എന്താണെന്നറിയാം, ശാസ്ത്രം തോറ്റി ആക്രാന്തം ജയിച്ചു എന്ന് പറയുന്ന ആ പഞ്ചാണ്. ശാസ്ത്രത്തെയൊക്കെ തോൽപ്പിച്ച ആളാ.
വളരെ റയറായിട്ടാണ് അല്ല ഒരു ഫേവറോടെ ഇതിലൂടെ ചെയ്തിരിക്കുകയാണ്. കാരണം വെച്ചാൽ ഇത്തരം പ്രോഗ്രാമിനൊക്കെ നല്ല കാശ് വാങ്ങുന്നുള്ളത് എല്ലാവരും അറിയിച്ചത് വളരെ സന്തോഷം. ഇതിങ്ങനെ പറഞ്ഞിരുന്നാൽ നമുക്ക് അവസാനിപ്പിക്കലുണ്ടാവും. അതന്നല്ല, ഒരുപാട് കാലമായിട്ടില്ല നമ്മളിങ്ങനെ ഒന്നിച്ചിരുന്ന് അല്ലേ പാട്ടൊക്കെ പാടാനും സന്തോഷിക്കാനും ഒക്കെ പറ്റുന്നത്. അത് വലിയൊരു ഭാഗ്യം. ഇതിന്റെ എല്ലാത്തിന്റെയും കാരണം ടു ഹരിഹരൻ നഗർ തന്നെ അല്ലേ? അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഒരു റീയൂണിയൻ ചിലപ്പോൾ ഉണ്ടായിന്ന് വരില്ല. ഉണ്ടാവും, പാർട്ടി ഉണ്ടെന്നാണ്. എന്നാൽ പോലും കേൾവി. അല്ല അത് ലാലിന് അറിഞ്ഞൂടാ, ലാൽ പ്രൊഡക്ഷൻസിന് അറിഞ്ഞൂടാ. നമ്മൾ തീരുമാനിച്ചു. ലാലൊക്കെ ഫാമിലി ആയിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് ആരോ മതിലിന്റെ അപ്പുറത്തൂടെ എന്നാ പാട്രി, പക്ഷെ ജഗദീശന്റെ സൗണ്ട് ഉണ്ടെന്നാണ് അവർക്കൊരു ഡൗട്ട് ഉണ്ട്. ലെറ്റർ പാട്രി ഉണ്ടേ, അങ്ങനെ അവരെ കൊണ്ട് ഇങ്ങനെ മെയിൽ അയക്കുക. അല്ല, അതിപ്പം നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു പക്ഷേ പ്രേക്ഷകരും ആഗ്രഹിക്കുന്നുണ്ടാവും. ഇതിന്റെ ഒരു പാർട്ട് 3 വന്നാലും കുഴപ്പമില്ല. പക്ഷെ അതൊക്കെ വലിയ ടെൻഷൻ പാർട്ട് 3 എന്നുള്ളതല്ലേ ഇൻട്രസ്റ്റിംഗ് ആവുക. അതിനനുസരിച്ച് ഏറ്റവും നല്ല ഈ എന്തുകൊണ്ടാണ് ഇതൊരു പാർട്ട് 2 ആയതുകൊണ്ടാണ് ഓടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ ഫിലിം ആസ് സച്ച് വളരെ നല്ല എന്റർടൈനർ ആണ്. ഫാമിലീസ് എല്ലാവരും പറയുന്നു. ഒരാളെങ്കിലും എതിരഭിപ്രായം പറഞ്ഞ ആരെയും ഞാൻ അപ്പോൾ ഒരു പടത്തിന്റെ മെറിറ്റാണ്. പിന്നെ തീർച്ചയായിട്ടും ഇൻ ഹരിഹർ നഗറിലെ നമ്മുടെ ക്യാരക്ടേഴ്സിന്റെ ആ ഒരു കണ്ടിന്യൂറ്റി ജനം കൂടുതൽ ഏറ്റെടുത്തു എന്നുള്ളത് കവിഞ്ഞ് ഈ ടു ഹരിഹർ നഗറിന്റെ വിജയം എന്ന് പറയുന്നത് ഒരു നല്ല എന്റർടൈൻമെന്റ് നൽകിയതിന്റെ വിജയമാണെന്നാണ് പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നത്. എന്ത് പറഞ്ഞു? തീർച്ചയായിട്ടും ഹരിഹർ നഗറിനോടുള്ള ഒരു ഫാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ലാസ്റ്റിൽ ഒരു ഷോട്ടിൽ ഗീതാ വിജയനെ കാണിച്ചപ്പോൾ പോലും ആളുകൾ കൈയടിച്ചത്. കാര്യം അവർക്ക് ആ സിനിമയോട് അതിനകത്തുള്ള കഥാപാത്രങ്ങളോടും എല്ലാം ഭയങ്കര അടുപ്പമാണ്. അതുകൊണ്ടാണ് സെക്കൻഡ് പാർട്ട് ഇത്രയും വർഷത്തിൽ ശേഷം എടുക്കുന്നു. ആ പടം അതും ഭയങ്കര സൂപ്പർ ഹിറ്റ് ആയിട്ട് പോകുന്നു. വേറെ പടം നമ്മുടെ അറിവിലില്ല. അല്ല ഇതില് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഈ നടന്മാരെന്ന നിലയിൽ കലാകാരന്മാരെന്ന നിലയിൽ ഏറ്റവും സന്തോഷകരവും അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നസീർ സാർ മലയാള സിനിമയുടെ ചരിത്രം എഴുതുമ്പോൾ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷനെ കുറിച്ച് എഴുതാതിരിക്കാൻ പറ്റില്ല. സത്യമാഷ, അങ്ങനെ ഒരുപാട് നടന്മാർ. ഇപ്പം നമ്മുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഈ ഇൻ ഹരിഹർ നഗറിനും ടു ഹരിഹർ നഗറിനും ഒരു സ്ഥാനമുണ്ട്. ആ സ്ഥാനം എന്താണെന്നുള്ളത് അത് ക്രിട്ടിക്സും ജനങ്ങളും തീരുമാനിക്കട്ടെ. പക്ഷേ സ്ഥാനമുണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എത്ര പേജ് വരണം എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പറയേണ്ട ആൾക്കാരല്ല.